കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കുടിവെള്ളത്തിന് വരെ ചാലിയാറിനെ ആശ്രയിച്ചിരുന്നവരാണ് ഈ പുഴക്കരയിലുള്ള ഓരോ മനുഷ്യരും. വയനാട് ദുരന്തത്തിന്റെ ബാക്കി പത്രമെന്നോണം ഈ ചാലിയാർ പുഴയിലെത്തുന്ന മൃതദേഹങ്ങൾ കണ്ണീരോടെ വളരെ വേദനയോടുകൂടിയാണ് ഈ പ്രദേശവാസികൾ ഓരോരുത്തരും നോക്കിക്കാണുന്നതും ആ മൃതദേഹങ്ങൾ എടുത്ത് അത് പോസ്റ്റ്മോർട്ടം നടപടികൾക്കും വയനാട്ടിലോട്ട് കയറ്റിവിടാനുമൊക്കെയായി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുന്നതും. ഇന്നലെ വരെ ചാലിയാർ പുഴയുടെ വിവിധ മേഖലകളിൽ നിന്നായി 188 മൃതദേഹങ്ങളാണ്, ശരീരഭാഗങ്ങളടക്കം 188 മൃതദേഹങ്ങളാണ് ഈ പുഴയിൽ നിന്നും ലഭിച്ചത്. ഏകദേശം 40 കിലോമീറ്ററാണ് ചാലിയാർ പുഴ. ഈ പുഴയിൽ നിന്നാണ് 188 മൃതദേഹങ്ങൾ കിട്ടിയത്. അതിൽ തന്നെ മൃതദേഹമായി ലഭിച്ചത് വളരെ കുറച്ച്, പകുതിയിൽ കുറവ് മാത്രമാണ് മൃതദേഹങ്ങളായി ലഭിച്ചത്. ബാക്കി പകുതിയിൽ കൂടുതലും ശരീരഭാഗങ്ങൾ മാത്രമാണ്. പലപ്പോഴും കൈകാലുകൾ മാത്രമായി, അല്ലെങ്കിൽ തലയോട്ടി മാത്രമായി, അതുമല്ലെങ്കിൽ ആന്തരിക അവയവം മാത്രമായി, അങ്ങനെ മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, പ്രത്യേകിച്ച് ആദ്യ ദിവസത്തിന് ശേഷം പിന്നീടുള്ള തുടർച്ചയായ 4 ദിവസങ്ങളിലും പകുതിയിലധികം മൃതദേഹങ്ങൾ ലഭിച്ചതും അങ്ങനെ ശരീരഭാഗങ്ങൾ മാത്രമായിട്ടായിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. പല മൃതദേഹങ്ങളും ഈ 5ാം ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ പല മൃതദേഹങ്ങളും ലഭിക്കുന്നത് വളരെ ജീർണിച്ച അല്ലെങ്കിൽ പുഴുവരിക്കുന്ന തരത്തിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഓരോ മൃതദേഹങ്ങളും ലഭിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വയനാട്ടിലോട്ട് കയറ്റിവിടുമ്പോൾ അവിടെ അത് ഏറ്റുവാങ്ങാൻ ബന്ധുക്കളില്ല എന്നത് അതിനേക്കാൾ വേദനിപ്പിക്കുന്ന മറ്റൊരു വസ്തുതയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 4-5 ദിവസങ്ങളിലായി ഈ നിലമ്പൂരും ഈ ചാലിയാർ പുഴയും നിലമ്പൂർ ജില്ലാ ആശുപത്രിയുമൊക്കെ വളരെ ജനങ്ങൾ, സാധാരണക്കാരായ മനുഷ്യരുണ്ട്. ഒരു രാഷ്ട്രീയം മറന്ന്, ജാതിയും മതവും ഒക്കെ മറന്ന് വളരെ സാധാരണക്കാരായ മനുഷ്യരുണ്ട്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നേവി ഉണ്ട്, വനംവകുപ്പുണ്ട്. അതിനൊക്കെ അപ്പുറം ഇവിടെയുള്ള ഈ പുഴയ്ക്ക് അക്കരെയുള്ള വനമേഖലയാണ്. അവിടെയുള്ള ആദിവാസികളുണ്ട്. അവരൊക്കെ സ്വന്തം ജീവനും സ്വയം സുരക്ഷയും എല്ലാം മറന്ന് നിസ്വാർത്ഥമായി ഈ അടിഞ്ഞുകൂടുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടിയും അവർക്കൊരു അന്ത്യയാത്ര അത് അത്രയും നന്നായി തന്നെ കൊടുക്കാൻ വേണ്ടിയും ആ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ചാലിയാർ പുഴയിൽ നടക്കുന്ന തെരച്ചിൽ എന്ന് പറഞ്ഞാൽ ഓരോ 5 കിലോമീറ്റർ ഇടവിട്ട്, പുഴയുടെ ഓരോ 5 കിലോമീറ്റർ ഇടവിട്ടാണ് തിരച്ചിൽ നടക്കുന്നത്. അത് തന്നെ പ്രത്യേകിച്ച് പുഴയുടെ ഇരുവശങ്ങളിലായി ആണ് തിരച്ചിൽ. ഈ ഇരുവശങ്ങളിലായി മരങ്ങൾ കടപുഴകി വീണ മരങ്ങൾ വന്ന് അടിഞ്ഞിട്ടുണ്ട്. പാറകളും അതുപോലെയുള്ള മറ്റ് അവശിഷ്ടങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ മൃതദേഹങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഒരുപാട് മൃതദേഹങ്ങൾ ലഭിച്ചതും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതലായി തിരച്ചിലുണ്ടാവുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുതൽ ഈ പുഴക്കരയിലുള്ള ഓരോ വീടുകൾക്കും പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ തിരച്ചിൽ, ഈ അരികിലോട്ട് ഏതെങ്കിലും മൃതദേഹങ്ങളോ അവശിഷ്ടങ്ങളോ വന്നിട്ടുണ്ടോ, അവിടെ ഉണ്ടോ എന്ന് തിരയാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ നടപടിയായിരിക്കും ഇനി ഉണ്ടാവുക. എന്തായാലും വരും മണിക്കൂർ, ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു രാവിലെ 9 മണി വരെയും ഒരു മൃതദേഹം പോലും കണ്ടെടുത്തിട്ടില്ല. അത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴും നമുക്കറിയില്ല ഇനി എത്ര മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ എത്ര ശരീരഭാഗങ്ങൾ ഇനി കിട്ടാനുണ്ട് എന്നതിന് കൃത്യമായ ഒരു കണക്കില്ല. ഈ കിട്ടിയ 188 മൃതദേഹങ്ങളിൽ തന്നെ എത്ര പേര് എന്നതിന് കൃത്യമായ കണക്കില്ല. കാരണം ഒരാളുടെ തന്നെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലപ്പോഴായി പല തിരച്ചിലായി ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ എന്നതിന് കൃത്യമായ കണക്കില്ല. അത് ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. വളരെ വളരെ വേദനിപ്പിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ്. ജീർണിച്ച് പുഴുവരിച്ച നിലയിലൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ ഉണ്ടായിരുന്നവരാണ്. ഒരു രാത്രി കൊണ്ട് എല്ലാം മാറി മറിഞ്ഞതാണ്. അപ്പോൾ ആ മനുഷ്യർ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരും. അത്യന്തം വേദനിപ്പിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയാണ്. എങ്കിലും ഇന്ന് 5ാം ദിവസത്തിൽ ഇതുവരെ രാവിലെ ഒരു 9:30 മണി വരെയും ഒരു മൃതദേഹവും ചാലിയാർ പുഴയുടെ തീരത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ 149 മൃതദേഹങ്ങളാണ് ഇതുവരെ വയനാട്ടിലോട്ട് കയറ്റിവിട്ടത്. ബാക്കിയുള്ള
മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ തുടങ്ങുമെന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ അറിയിച്ചതും. കാരണം അത് വളരെ ദയനീയമായ, ബന്ധുക്കൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായതുകൊണ്ട് ആ മൃതദേഹങ്ങൾ നിലമ്പൂരിൽ തന്നെയായിരിക്കും സംസ്കരിക്കുക. എന്തായാലും വരും മണിക്കൂറുകളിൽ തിരച്ചിൽ ഊർജിതമാവുന്നതോടെ ചാലിയാർ പുഴയിൽ നിന്നും ഇനി എത്ര പേർ എന്നത് ഒരു ചോദ്യമായി തന്നെ തുടരുകയാണ്. ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്.